സ്വാമി ശരണം. ശ്രീരാമകഥാമൃതത്തിൻ്റെ അടുത്ത അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. കിഷ്കിന്ധ കാന്തം സമാരംഭിച്ച് സുഗ്രീവനും ശ്രീരാമനുമായിട്ടുള്ള സംഭാഷണമാണ് കഴിഞ്ഞ അധ്യായത്തിൽ നമ്മൾ നിർത്തിയത്. ബാക്കി ഭാഗം നമുക്ക് ശ്രവിക്കാം. എല്ലാവർക്കും ശ്രീരാമചന്ദ്രൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ. ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ, ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ, ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ, ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ, ശ്രീരാമ രാമ രാമ രാവണാന്തക രാമ, ശ്രീരാമ മമ ഹൃദി രമതാം രാമ രാമ. ഞാനും അതുകൊണ്ടിവിടെ വസിക്കുന്നു മാനസേ ഭീതി കൂടാതെ നിരന്തരം, ദുന്ദുഭിതൻ്റെ തലയിതു കാൺകൊരു മന്ദരം പോലെ കിടക്കുന്നതു ഭവാൻ. ഇന്നിതെടുത്തറിഞ്ഞിടുന്ന ശക്തനു കൊന്നുകൂടും കപിവീരനെ നിർണയം എന്നതു കേട്ടു ചിരിച്ചു രഘൂത്തമൻ തന്നുടതൃക്കാൽ പെരുവിരൽ കൊണ്ടതു തന്നെ എടുത്തു മേൽപോട്ടെറിഞ്ഞിടിനാൻ. ചെന്നു വീണു ദശയോജനപര്യന്തം എന്നതു കണ്ടു തെളിഞ്ഞു സുഗ്രീവനും തന്നുടെ മന്ത്രികളും വിസ്മയപ്പെട്ട് നന്നു പുകഴ്ന്നവർ നന്നായി തൊഴുതു നിന്നിടിനാൻ. പിന്നെയും അർക്കാത്മജൻ പറഞ്ഞിടിനാൻ, മന്നവാ സപ്തസാലങ്ങളിവയല്ലോ ബാലിക്കുമൽ പിടിച്ചിടുവാനായുള്ള സാലങ്ങൾ ഏഴും ഇവയെന്നറിഞ്ഞാരും. വൃത്രാരിപുത്രൻ പിടിച്ചിളക്കും നേരം പത്രങ്ങളെല്ലാം കൊഴിഞ്ഞു പോമേഴിനും വട്ടത്തിൽ നിൽക്കും ഇവറ്റേ ഒരമ്പെയ്തു പൊട്ടിക്കിൽ ബാലിയെ കൊല്ലായി വരും ദൃഢം. സൂര്യാത്മജോക്തികളീ ദൃശം കേട്ടൊരു സൂര്യാന്വയോത്ഭുതനാകിയ രാമനും ചാപം കുഴിയെ കുലച്ചൊരു സായകം ശോഭയോടെ തൊടുത്തരുളിയിടിനാൻ. സാലങ്ങളേഴും പിളർന്നു പുറപ്പെട്ടു ശൈലവും ഭൂമിയും ഭേദിച്ചു. പിന്നെയും ബാണം ജ്വലിച്ചു തിരിച്ചു വന്നാശുതൻ തൂണീരമൻപോടു പുക്കോരനന്തരം. വിസ്മിതനായൊരു ഭാനുതനയനും സസ്മിതം കൂപ്പിത്തൊഴുതു ചൊല്ലിയിടിനാൻ. സാക്ഷാൽ ജഗന്നാഥനാം പരമാത്മാവു സാക്ഷിഭൂതൻ നിൻ തിരുവടി നിർണയം പണ്ടു ഞാൻ ചെയ്തൊരു പുണ്യഫലോദയം കൊണ്ടു കാൺമാനും എനിക്കു യോഗം വന്നു. ജന്മമരണ നിവൃത്തി വരുത്തുവാൻ നിർമ്മലന്മാർ ഭജിക്കുന്നു ഭവൽപദം. മോക്ഷതനായ ഭവാനെ ലഭിക്കയാൽ മോക്ഷമൊഴിഞ്ഞപേക്ഷിക്കുന്നതില്ല ഞാൻ. പുത്രധാരാർത്ഥരാജ്യാദി സമസ്തവും വ്യർത്ഥമത്രേ തവമായ വിരചിതം. ആകയാൽ മേ മഹാദേവദേവേശ്വമറ്റാകാംക്ഷയില്ല ലോകേശ പ്രസീദമേ. വ്യാപ്തമാനന്ദാനുഭൂതികരം പരം പ്രാപ്തോഹമാഹന്തഭാഗ്യഫലോദയാൽ മണ്ണിനായൂഴി കുഴിച്ച നേരം നിധി തന്നെ ലഭിച്ചതുപോലെ രഘുപതേ. ധർമ്മദാനം വ്രതതീർത്ഥ തപ
ക്രതുകർമ്മപൂർത്തേഷ്ട്യാദികൾ കൊണ്ടൊരുത്തനും വന്നുകൂടാ ബഹുസംസാരനാശനം നിർണയം ത്വൽപാദഭക്തി കൊണ്ടെന്നിയേ ത്വൽപാദ പത്മാവലോകനം കേവലം ഇപ്പോൾ അകപ്പെട്ടതും ത്വൽകൃപാബലം യാതൊരുത്തന്നുചിത്തം നിന്തിരുവടി പാദാംബുജത്തിൽ ഇളകാതുറയ്ക്കുന്നു കാൽക്ഷണം പോലുമെന്നാകിൽ അവൻ തനിക്കൊക്കെ നീങ്ങിയിടുമജ്ഞാനമനർത്ഥതം ചിത്തം ഉറയ്ക്കായില്ലും അതിഭക്തിയോടെ രാമരാമേതി സാദരം ചൊല്ലുന്നവനു ദുരിതങ്ങൾ വേരറ്റു നല്ലനായേറ്റം വിശുദ്ധനാം നിർണയം മദ്യപനെങ്കിലും ബ്രഹ്മഘ്നനെങ്കിലും സദ്യോ വിമുക്തനാം നാമജപത്തിനാൽ ശത്രുജയത്തിലും ദാരസുഖത്തിലും ചിത്തയോരാഗ്രഹമില്ലെനിക്കേതുമേ ഭക്തിയൊഴിഞ്ഞു മറ്റൊന്നുമേ വേണ്ടിയില മുക്തി വരുവാൻ മുകുന്ദാദയാനിധേ ത്വൽപാദഭക്തിമാർഗോപദേശം കൊണ്ടു മൽപാപമുൽപാടയ ത്രിലോകീപദേ ശത്രുമധ്യസ്ഥമിത്രാദിഭേദം ഭേദപ്രമം ചിത്തത്തിൽ നഷ്ടമായി വന്നിതു ഭൂപതേ ത്വൽപാദ പത്മാവലോകനം കൊണ്ടെനിക്കുൽപ്പന്നമായതു കേവല ജ്ഞാനവും പുത്രധാരാരി സംബന്ധമെല്ലാം തപശക്തിയാം മായാപ്രഭാവം ജഗൽപദേ ത്വൽപാദ പങ്കജത്തിങ്കൽ ഉറയ്ക്കണമെപ്പോഴും ഉൾക്കാമ്പെനിക്കു രമാപദേ ത്വന്നാമ സങ്കീർത്തന പ്രിയയാകേണമെന്നുട ജിഹ്വ സദാ നാണമെന്നിയേ ത്വച്ചരണാംബോരുഹങ്ങളിൽ എപ്പോഴും അർച്ചനം ചെയ്യായി വരിക കരങ്ങളാൽ നിന്നുടെ ചാരുരൂപങ്ങൾ കാണായി വരിക എന്നുടെ കണ്ണുകൾ കൊണ്ടു നിരന്തരം കർണങ്ങൾ കൊണ്ടു കേൾക്കായി വരണം സദാ നിന്നുടെ ചാരുചരിതം ധരാപതേ മച്ചരണദ്വയം സഞ്ചരിച്ചീഴണമച്യുതക്ഷേത്രങ്ങൾ തോറും രഘുപതേ ത്വൽപാദപാംശു തീർത്ഥങ്ങളേൽക്കാകണമെപ്പോഴും അംഗങ്ങൾ കൊണ്ടു ജഗൽപതേ ഭക്തിയാ നമസ്കരിക്കായി വരേണം മുഹൂരുത്തമാംഗം കൊണ്ടു നിത്യം ഭവൽപദം ഇത്തം പുകഴ്ന്ന സുഗ്രീവനെ രാഘവൻ ചിത്തം കുളിർത്തു പിടിച്ചു പുൽകീടിനാൻ അംഗസംഗം കൊണ്ട് കൽമഷം വേരറ്റ മംഗലാത്മാവായ സുഗ്രീവനെ തഥാ മായയാ തത്ര മോഹിപ്പിച്ചു തന്നേരം കാര്യസിദ്ധിക്കു കരുണാ ജലനിധി മായയാ തത്ര മോഹിപ്പിച്ചു തന്നേരം കാര്യസിദ്ധിക്കു കരുണാ ജലനിധി ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ ബാലി സുഗ്രീവ യുദ്ധം സത്യസ്വരൂപൻ ചിരിച്ചരുളിച്ചേതു സത്യമത്രേ നീ പറഞ്ഞതെടോ സഖേ ബാലിയെ ചെന്നു വിളിക്ക യുദ്ധത്തിനു കാലം കളയരുതേതുമിനിയടോ ബാലിയെ കൊന്നു രാജ്യാഭിഷേകം ചെയ്തു പാലനം ചെയ്തു കൊള്ളുവാൻ നിന്നെ നിർണയം ആർക്കാത്മജന്നതു കേട്ടു നടന്നിതു കിഷ്കിന്ധയാം പുരി നോക്കി നിരാകുലം അർക്കകുലോത്ഭവന്മാരായ രാമനും ലക്ഷ്മണവീരനും മന്ത്രികൾ നാൽവരും മിത്രജൻ ചെന്നു കിഷ്കിന്ധാപുരദ്വാര യുദ്ധത്തിനായി വിളിച്ചിടിനാൻ ബാലിയെ പൃഥ്വീരുഹവും മറഞ്ഞു നിന്നിടിനാൻ മിത്രഭാവേന രാമാദികളന്നേരം ക്രുത്തനാം ബാലി അലറി വന്നിടിനാൻ മിത്രതനയനും വക്ഷസി കുത്തിനാൻ മിത്രാരിപുത്രനും മിത്രതനയനെ 100 വലിച്ചു കുത്തിയിടിനാൻ ബദ്ധരോഷേണ പരസ്പരം തമ്മിലെ യുദ്ധമതീവ ഭയങ്കരമായതു രക്തമണിഞ്ഞേക രൂപധരന്മാരെ
ശക്തി കലർന്നവരൊപ്പം പൊരുന്നേരം മിത്രാത്മജനേതു വൃത്രാരിപുത്രനേതിറ്റം തിരിച്ചറിയാവല്ലൊരുത്തനും. മിത്രവിനാശന ശങ്കയാ രാഘവൻ അസ്ത്രപ്രയോഗവും ചെയ്തിലതു നേരം. വൃത്രാരിപുത്ര മുഷ്ടിപ്രയോഗം കൊണ്ടു രക്തവും ഛർദ്ദിച്ചു ഭീതിനായോടിനാൻ. വൃത്രാരിപുത്ര മുഷ്ടിപ്രയോഗം കൊണ്ടു രക്തവും ഛർദ്ദിച്ചു ഭീതനായോടിനാൻ. മിത്രതനയനും സത്വരമാർത്തനായി വൃത്രാരിപുത്രനുമാലയം ബുക്കിത് വിത്രസ്തനായി വന്നു. മിത്രതനയും പൃഥ്വീരുഹാന്തികേ നിന്നരുളീടിന മിത്രാന്വയോത്ഭൂതനാകിയ രാമനോടെത്രയുമാർത്യാ പരുഷങ്ങൾ ചൊല്ലിനാൻ. ശത്രുവിനെ കൊണ്ട് കൊല്ലിക്കയോ തവ ചിത്തത്തിലോർത്തതറിഞ്ഞീല ഞാനയ്യോ. വധ്യനെന്നാകിൽ വധിച്ചു കളഞ്ഞാലും അസ്ത്രേണമാം നിന്തിരുവടി താൻ തന്നെ സത്യം പ്രമാണമെന്നോർത്തേ. അതും പുത്രരെത്രയും പുനരെത്രയും ഭാരം പിഴച്ചൂദയാനിധേ. സത്യസന്ധൻ ഭവാനെന്നു ഞാൻ ഓർത്തതും വ്യർത്ഥമത്രേ ശരണാഗതവത്സല. മിത്രാത്മജോക്തികളിത്തരമാകുലാൽ ശുത്വാരഹൂത്തമനുത്തരം ചൊല്ലിനാൻ. ഭത്താസുനേത്രനായ ലിംഗനം ചെയ്തു ചുറ്റേ ഭയപ്പെടുകേതും മമസഖേ. അത്യന്തരോഷവേഗങ്ങൾ കലർന്നൊരു യുദ്ധമധ്യേ ഭവാന്മാരെ തിരിയാഞ്ഞു. മിത്രഘാതിത്വമാശങ്ക ഞാൻ അന്നേരം മുക്തവാനായി അതിൽ അസ്ത്രം ധരിക്ക നീ. ചിത്രഭ്രമം വരായ്വാൻ ഒരടയാളം മിത്രാത്മജ നിനക്കുണ്ടാക്കുവന്നിനി. ശത്രുവായുള്ളൊരു ഭാര്യയെ സത്വരം യുദ്ധത്തിനായി വിളിച്ചാലും മടിയാതെ. വൃത്രവിനാശനപുത്രനാം അഗ്രജൻ മൃത്യുവശഗതനെന്നുറച്ചിടു നീ. സത്യം ഇതമഹം രാമനെന്നാകിലോ മിഥ്യയായി വന്നുകൂടാ രാമഭാഷിതം. ഇത്തം സമാശ്വാസമിത്രാത്മജം രാമഭദ്രൻ സുമിത്രാത്മജനോട് ചൊല്ലിനാൻ. മിത്രാത്മജകളെ പുഷ്പമാല്യത്തെ നീ ബദ്ധ്വാ വിരവോടയയ്ക്ക യുദ്ധത്തിനായി. ശത്രുഘ്നപൂർവജൻ മാല്യവും ബന്ധിച്ചു മിത്രാത്മജനെ മോദാലയച്ചിടിനാൻ. ബാലിവധം. വൃത്രാരിപുത്രനെ യുദ്ധത്തിനായിക്കൊണ്ട് മിത്രാത്മജൻ വിളിച്ചിടിനാൻ. പിന്നെയും ക്രുദ്ധനായി നിന്നു കിഷ്കിന്ധാപുരദ്വാരി കൃത്വാ മഹാസിംഹനാദം രവിസുതൻ. ബദ്ധരോഷം വിളിക്കുന്ന നാദം തഥാസിത്വാതിവിസ്മിതനായോരു ബാലിയും. ബദ്ധ്വാ പരികരം യുദ്ധായ സത്വരം ബദ്ധവൈരം പുറപ്പെട്ടു ഒരു നേരത്ത്. ഭർത്തൃരഗ്രേ ചെന്ന് ബദ്ധാസുനേത്രയായി മധ്യേ തടുത്തു ചൊല്ലിടിനാൾ താരയും. ശങ്കാവിഹീനം പുറപ്പെട്ടതെന്തൊരു ശങ്കയുണ്ടുള്ളിലെനിക്കതു കേൾക്കനീ. വിഗ്രഹത്തിങ്കൽ പരാജിതനായിപ്പോയ സുഗ്രീവനാശു വന്നിടുവൻ കാരണം. എത്രയും പാരം പരാക്രമമുള്ളൊരു മിത്രം അവനുണ്ട് പിന്തുണ നിർണയം. ബാലയും താരയോടാശു ചൊല്ലിയിടിനാൻ. ബാലേ, ബലാലൊരു ശങ്കയുണ്ടാകൊല കയ്യയച്ചീടു നീ വൈകരുതേതുമേ. നീ ഒരു കാര്യം ധരിക്കണം മോമലേ, ബന്ധുവായാരുള്ളതോർക്ക സുഗ്രീവന് ബന്ധമില്ലെന്നോട് വൈരത്തിനാർക്കുമേ. ബന്ധുവായുണ്ടവൻ ഏകനെന്നാകിലോ ഹന്തവ്യൻ എന്നാലവനുമറിയ നീ. ശത്രുവായുള്ളവൻ വന്നു ഗൃഹാന്തികയെ യുദ്ധത്തിനായി വിളിക്കുന്നതും കേട്ടുടൻ ശൂരനായുള്ള പുരുഷനിരിക്കുമോ. ഭീരുവായുള്ളിലടച്ചതു ചൊല്ലു നീ. വൈരിയെ കൊന്നു വിരവിൽ വരുവാൻ ഞാൻ ധീരത കൈക്കൊണ്ടിരിക്ക നീ വല്ലഭേ. താരയും ചൊന്നാളർ അതു കേട്ടവനോട് വീരശിഖാമണേ, കേട്ടാലുമെങ്കിൽ നീ കാനനത്തിങ്കൽ നായാട്ടിനു പോയിതു താനേ മമസുതനങ്കദനന്നേരം. കേട്ടൊരു ദന്തമെന്നോട് ചൊന്നാനത് കേട്ടിട്ടും ശേഷം യഥോചിതം പോക നീ. ശ്രീമാൻ ദശരഥനാമയോധ്യാധിപൻ രാമനെന്നുണ്ടവൻ തന്നുടനന്ദനൻ. ലക്ഷ്മണനാകും മനുജനോട് ലക്ഷ്മീ സമയായ സീതയോടും അവൻ വന്നിരുന്നിടിനാൻ. ദണ്ഡകാനനെ
വന്യാശനായി തപസ്സു ചെയ്തിടുവാൻ. ദുഷ്ടനായുള്ളൊരു രാവണ രാക്ഷസൻ കട്ടുകൊണ്ടാനവൻ തന്നുടെ പത്നിയെ ലക്ഷ്മണനോടും അവളെ അന്വേഷിച്ചു തക്ഷണ വിശ്വമൂകാചലേ വന്നിത് മിത്രാത്മജനെയും തത്ര കണ്ടിടിനാൻ. മിത്രമായി വാഴുകയെന്നന്യോന്യമൊന്നിച്ചു സഖ്യവും ചെയ്തുകൊണ്ടാരഗ്നിസാക്ഷിയായ ദുഃഖശാന്തിക്കങ്ങിരുവരുമായുടൻ വൃത്രാരിപുത്രനെ കൊന്നു കിഷ്കിന്ധയിൽ മിത്രാത്മജാ നിന്നെ വാഴിപ്പന്നെന്നോ ഒരു സത്യവും ചെയ്തു കൊടുത്തതു രാഘവൻ സത്വരമർക്കതനയന്നുമന്നേരം അന്വേഷണം ചെയ്തറിഞ്ഞു സീതാദേവി തന്നെയും കാട്ടിത്തരുവൻ എന്നും തമ്മിൽ അന്യോന്യമേവം പ്രതിജ്ഞയും ചെയ്തിത് വന്നതിപ്പോൾ അതുകൊണ്ടു തന്നെ അവൻ വൈരമെല്ലാം കളഞ്ഞാശു സുഗ്രീവനെ സ്വൈരമായി വാഴിച്ചു കൊള്ളുകയിളമയായി. യാഹി രാമം നീ ശരണമായി വേഗേന പാഹിമാമംഗതം രാജ്യം കുലഞ്ചതേ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഇങ്ങനെ ചൊല്ലിക്കരഞ്ഞുകാലും പിടിച്ചങ്ങനെ താര നമസ്കരിക്കും വിധൗ വ്യാകുലഹീനം പുണർന്നനുരാഗവശേന പറഞ്ഞതു ബാലിയും. വ്യാകുലം ഹീനം പുണർന്നനുരാഗവശേന പറഞ്ഞതു ബാലിയും. സ്ത്രീ സ്വഭാവം കൊണ്ടു പേടിയായേതുമേ നാസ്തി ഭയം മമ വല്ലഭേ കേൾക്കനീ. ശ്രീരാമലക്ഷ്മണന്മാർ വന്നതെങ്കിലോ ചേരുമെന്നോടം അവരെന്നു നിർണയം. രാമനെ സ്നേഹമെന്നോളമല്ലാർക്കുമേ രാമനാകുന്നത് സാക്ഷാൽ മഹാവിഷ്ണു നാരായണൻ താൻ അവതരിച്ചു ഭൂമി ഭാരഹരണാർത്ഥമെന്നു കേൾപ്പുണ്ടു ഞാൻ. പക്ഷഭേദം ഭഗവാനില്ല നിർണയം. നിർഗുണനേകനാത്മാരാമനീശ്വരൻ തച്ചരണാംബുജേ വീണു നമസ്കരിച്ചിച്ചയാ ഞാൻ കൂട്ടിക്കൊണ്ടിങ്ങു പോരുവൻ. മൽഗൃഹത്തിങ്കലുപകാരവും മേറും സുഗ്രീവനേക്കാളുമെന്നെ കൊണ്ടോർക്കനീ. തന്നെ ഭജിക്കുന്നവനെ ഭജിച്ചിടുമന്യഭാവം പരമാത്മാവിനില്ലല്ലോ. ഭക്തിഗമ്യൻ പരമേശ്വരൻ വല്ലഭേ ഭക്തിയോ പാർക്കിലെന്നോളമില്ലാർക്കുമേ ദുഃഖവും നീക്കി വസിക്കനീ. വേശ്മനി പുഷ്കരലോചനേ പൂർണ്ണഗുണാംബുധേ. ഇത്തമാശ്വാസവൃത്രാരിപുത്രനും ക്രുദ്ധനായി സത്വരം ബദ്ധ്വാ പരികരം നിർഗമിച്ചിടിനാൻ യുദ്ധായ സത്വരം നിഗ്രഹിച്ചിടുവാൻ സുഗ്രീവനെ ക്രുധ. താരയും അശ്രുഗണങ്ങളും വാർത്താരൂഢതാപമകത്തു ബുക്കീടിനാൾ. പല്ലും കടിച്ചലറിക്കൊണ്ട് ബാലിയും നില്ലെന്നണഞ്ഞോരു നേരം തഥാ മുഷ്ടികൾ കൊണ്ട് താടിച്ചതു ബാലിയേ. രുഷ്ടനാം ബാലി സുഗ്രീവനെയും തഥാ മുഷ്ടി ചുരുട്ടി പ്രഹരിച്ചിരിക്കവേ കെട്ടിയും കാൽ കൈ പരസ്പരം താടനം തട്ടിയും മുട്ടുകൊണ്ടും തലതങ്ങളിൽ കൊട്ടിയും ഏറ്റം പിടിച്ചും കടിച്ചും അങ്ങ് ഊറ്റത്തിൽ വീണും പിരണ്ടും ഉരുണ്ടും ഉൾച്ചീറ്റം കലർന്നു നഖം കൊണ്ടു മാന്തിയും ചാടിപ്പതിക്കയും കൂടെ കുതിക്കയും മാടിത്തടുക്കയും കൂടെ കൊടുക്കയും ഓടിക്കഴിക്കയും വാടി വിയർക്കയും മാടി വിളിക്കയും കോപിച്ചെടുക്കയും ഊടെ വിയർക്കയും നാടികൾ ചീർക്കയും മുഷ്ടിയുക്ത പ്രയോഗം കണ്ടു നിൽപ്പവർ ദൃഷ്ടി കുളിർക്കയും വാഴ്ത്തി സ്തുതിക്കയും കാലനും കാലകാലൻ താനും ഉള്ളപോർ ബാലി സുഗ്രീവ യുദ്ധത്തിൻ ദൃഢം. രണ്ടു സമുദ്രങ്ങൾ തമ്മിൽ പൊരും പോലെ രണ്ടു ശൈലങ്ങൾ തമ്മിൽ പൊരും പോലെയും കണ്ടവരാർത്തുകൊണ്ടാടി പുകഴ്ത്തിയും കണ്ടീലവാട്ടം ഒരുത്തന്നുമേതുമേ. അച്ഛൻ കൊടുത്തോരു മാല പാലിക്കും ഉണ്ടച്യുതൻ നൽകിയ മാല സുഗ്രീവനും. ഭേദമില്ലൊന്നുകൊണ്ടും തമ്മിലെങ്കിലും ഭേദിച്ച തർക്കതനേനു വിഗ്രഹം. സാധവുമേറ്റം കലർന്നു സുഗ്രീവനും ഖേദമോടെ രഘുനാഥനെ നോക്കിയും പ്രഹങ്ങളേക്കയാൽ സുഗ്രീവനേറ്റം തളർച്ചയുണ്ടെന്നതു കണ്ടു കാരുണ്യം കലർന്നു വേഗേന വൈകുണ്ഠൻ ദശരഥനന്ദനൻ ബാലിതൻ വക്ഷപ്രദേശത്തെ ലക്ഷ്യമാക്കിക്കൊണ്ട് വൃക്ഷഷണ്ഡം മറഞ്ഞാശു മാഹേന്ദ്രമാം അസ്ത്രം തൊടുത്തു വലിച്ചു നിറച്ചുടൻ വിദ്രുതൻ മാമാറയച്ചരുളിയിടിനാൻ. ചെന്നതു ബാലിതന്മാരിൽ തറച്ചളവൊന്നങ്ങലറി വീണിടിനാൻ ബാലിയും.
ഭൂമിയൊന്നു വിറച്ചു തന്നേരത്തു രാമനെ കൂപ്പി സ്തുതിച്ചു മരുൽ സുതൻ. മോഹം കലർന്ന് മുഹൂർത്തമാത്രം പിന്നെ മോഹവും തീർന്നു നോക്കിയിടിനാൻ ബാലിയും. കാണായിതഗ്രേ രഘുത്തമനെ തഥാവാണവും ദക്ഷിണഹസ്തേ ധരിച്ചന്യപാണിയിൽ ചാപവും ചീരവസനവും തൂണീരവും മൃദുസ്മേരവദനവും ചാരു ജടാമകുടം പൂണ്ടിടം പെട്ടമാരിടത്തെങ്കിൽ വനമാലയും പൂണ്ടു ചാർവായതങ്ങളായുള്ള ഭുജങ്ങളും ദുർവാതിളച്ചവി പൂണ്ട ശരീരവും പക്ഷഭാഗേ പരിസേവിതന്മാരായ ലക്ഷ്മണ സുഗ്രീവന്മാരെയും അഞ്ജസ കണ്ടു ഗർഹിച്ചു പറഞ്ഞിതു ബാലിയും ഉണ്ടായ കോപഖേദാകുലചേതസ. എന്തു ഞാനൊന്നു നിന്നോട് പിഴച്ചതുമെന്തിനെന്നെ കൊല ചെയ്തു വെറുതെ നീ. വ്യാജേന ചോര ധർമ്മത്തെയും കൈക്കൊണ്ടു രാജധർമ്മത്തെ വിടിഞ്ഞതെന്തിങ്ങനെ. എന്തൊരു കീർത്തി ലഭിച്ചതിതുകൊണ്ടു ചിന്തിക്ക രാജകുലോത്ഭവനല്ലോ നീ. വീരധർമ്മം നിരൂപിച്ചു കീർത്തിക്കെങ്കിൽ നേരെ പൊരുതു ജയിക്കണമേവനും. എന്തോന്നു സുഗ്രീവനാൽ കൃതമായതുമെന്തു മറ്റെന്നാൽ കൃതമല്ലയാഞ്ഞതും. രക്ഷോവരന്തവ പത്നിയെ കട്ടതി ആത്മജനെ ശരണമായി പ്രാപിച്ച് നിഗ്രഹിച്ച് ഭവാൻ എന്നെ എന്നാകിലോ വിക്രമം മാമകം കേട്ടറിയുന്നീലേ. ആരറിയാത്തത് മൂന്ന് ലോകത്തിലും വീരനാം എന്നുടെ ബാഹുപരാക്രമം. ലങ്കാപുരത്തെ ത്രികുടാചലത്തോടും ശങ്കാവിഹീനം ദശാസ്യനോടും കൂടെ ബന്ധിച്ചു ഞാൻ അരനാഴിക കൊണ്ടും ഇന്നന്തികെ വെച്ചു തൊഴുതേനുമാതരാൽ. ധർമ്മിഷ്ഠനെന്ന് ഭവാനെ ലോകത്തിങ്കൽ നിർമ്മലന്മാർ പറയും രഘുപതേ. ധർമ്മമെന്തോന്നു ലഭിച്ചതിതുകൊണ്ടു നിർമൂലമിങ്ങനെ കാട്ടാളനെ പോലെ വാനരത്തെ ചതി ചെയ്തു കൊന്നിട്ടൊരു മാനമുണ്ടായതെന്തൊന്നു പറക നീ. വാനരമാംസഭക്ഷ്യമത്രേ ബദമാനസേ തോന്നിയതെന്തിതു ഭൂപതേ. ഇത്തം ബഹുഭാഷണം ചെയ്ത ബാലിയോട് ഉത്തരമായരുൾ ചെയ്തു രഘുത്തമൻ. ധർമ്മത്തെ രക്ഷിപ്പതിനായുധവുമായി നിർമ്മത്സരം നടക്കുന്നിതു നീള ഞാൻ. പാപിയായോരധർമ്മിഷ്ഠനാം നിന്നുടെ പാപം കളഞ്ഞു ധർമ്മത്തെ നടത്തുവാൻ നിന്നെ വധിച്ചതു ഞാൻ. മോഹബദ്ധനായി നിന്നെ നീ ഏതുമറിയാഞ്ഞതുമിടോ. പുത്രീ ഭഗിനി സഹോദര ഭാര്യയും പുത്രകളത്രവും മാതാവും ഏതുമേ ഭേദമില്ലെന്നല്ലോ വേദവാക്യം. അതു ചേതസി മോഹാൽ പരിഗ്രഹിക്കുന്നവൻ പാപികളിൽ വച്ച് ഏറ്റവും മഹാഭാവിതാപമവർക്കതിനാലേ വരുമല്ലോ. മര്യാദ നീക്കി നടക്കുന്നവർകളെ ശൗര്യമേറും നൃപന്മാർ നിഗ്രഹിച്ച ധർമ്മസ്ഥിതി വരുത്തും തരണീതലേ നിർമ്മലാത്മാ നീ നിരൂപിക്ക മാനസേ. ലോകവിശുദ്ധി വരുത്തുവാനായിക്കൊണ്ടു ലോകപാലന്മാർ നടക്കും എല്ലായിടവും. ഏറെ പറഞ്ഞു പോകായികവരോടതും പാപത്തിനായി വരും പാപികൾ കേറ്റവും. ഇത്തം അരുൾ ചെയ്തതൊക്കെ കേട്ടാശുചിത്ത വിശുദ്ധി ഭവിച്ചു കവീന്ദ്രനും. രാമനെ നാരായണൻ എന്നറിഞ്ഞുടൻ താമസഭാവമകന്നു സസംരംഭമം ഭക്ത്യാ നമസ്കൃത്യ വന്ദിച്ചു ചൊല്ലിനാൻ. ഇത്തം മമാപരാധം ക്ഷമിക്കേണമേ. ശ്രീരാമ രാമ രാമ മഹാഭാഗരാഘവ നാരായണൻ നിന്തിരുവിട നിർണയം ഞാനറിയാതെ പറഞ്ഞതെല്ലാം തവ മാനസേ കാരുണ്യമോടും ക്ഷമിക്കണം. ഹരേ രാമ 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 ഹരേ ഹരേ. അങ്ങനെ ബാലിയെ ശ്രീരാമേന്ദ്രനാൽ അമ്പെയ്യുന്നു. അങ്ങനെ ബാലി സാക്ഷാത് ശ്രീരാമേന്ദ്രൻ മഹാവിഷ്ണുവാണെന്നറിഞ്ഞ് നമസ്കരിക്കുന്നു. ഈ ഭാഗത്തോടുകൂടി ഈ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. ബാക്കി ഭാഗം അടുത്ത അധ്യായത്തിൽ പാരായണം ചെയ്യും. ഹരേ രാമ 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 ഹരേ ഹരേ.